ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നാഷണൽ ഇൻകം എന്താണ് മീനിങ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണ് നാഷണൽ ഇൻകത്തിൻ്റെ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം ആണ്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് പ്രൊഡക്റ്റ് മെത്തേഡ്, പ്രൊഡക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് മെത്തേഡ് എന്ന് പറയും. സെക്കൻഡ് ഇൻകം മെത്തേഡ്, തേർഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് തന്നെ നോക്കാം, പ്രൊഡക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് മെത്തേഡ്. ഈ നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ നമ്മൾ ഈ ഒരു മെത്തേഡിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇക്കോണമി ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻറ്റ് സെക്ടേഴ്സ്. നമുക്കറിയാം ഇക്കോണമി ഏതൊക്കെ സെക്ടേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രൈമറി, സെക്കൻഡറി, ടേർഷറി അല്ലേ. പ്രൈമറി, സെക്കൻഡറി, ടേർഷറി. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയും. സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയും. ടേർഷറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടർ എന്ന് പറയും. അപ്പോൾ പ്രൈമറി സെക്ടറിൽ വരുന്നതാണ് അഗ്രികൾച്ചറും അതുപോലെ തന്നെയുള്ള മൈനിങ്, ക്വാറിയിങ് ഒക്കെ പ്രൈമറി സെക്ടറും. മാനുഫാക്ചറിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഇൻഡസ്ട്രിയൽ സെക്ടറും. സർവീസ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സർവീസ് സെക്ടറിൽ, ബാങ്കിങ് ഒക്കെ സർവീസ് സെക്ടറിലും വരുന്നു. ഓക്കെ, ദ ഗ്രോസ് പ്രോഡക്റ്റ് ഓർ നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡിങ് അപ്പ് നെറ്റ് വാല്യൂ ഓഫ് ഓൾ ദ പ്രൊഡക്ഷൻ ഇൻ ഓൾ ദി സെക്ടേഴ്സ് ഡ്യൂറിങ് എ ഗിവൺ ഇയർ. ഈ ഒരു പീരീഡിൽ, ഒരു അക്കൗണ്ടിങ് ഇയറിൽ ഈ 3 സെക്ടറിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും നെറ്റ് വാല്യൂവിൻ്റെ ആഡിങ് അപ്പാണ് നാഷണൽ ഇൻകം. അതായത് ഈ 3 പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടേർഷറി സെക്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ നെറ്റ് വാല്യൂസിൻ്റെ ടോട്ടൽ സമ്മേഷനാണ് നാഷണൽ ഇൻകം. ഇനി പറഞ്ഞിരിക്കുകയാണ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, നാഷണൽ ഇൻകത്തിൽ എന്തൊക്കെ ഉണ്ടാവും? കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടാവും, അതിൻ്റെ വാല്യൂ ഉണ്ടാവും. ഇൻവെസ്റ്റ്മെന്റ് ഗുഡ്സിൻ്റെ വാല്യൂ ഉണ്ടാവും. ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ ഉണ്ടാവും. അതുപോലെ എക്സ്പോർട്ടിൻ്റെ വാല്യൂ ഉണ്ടാവും. ഇമ്പോർട്ട് മാത്രം ലെസ് ചെയ്യണം, ഇമ്പോർട്ട് മാത്രം അതിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് ഇൻകം മെത്തേഡാണ്. ഇൻകം മെത്തേഡ് എന്താ നോക്കാം. ദിസ് മെത്തേഡ് approaches national income from distribution side. Accordingly, national income is obtained by income method. National income obtain ചെയ്യുന്നത് എങ്ങനെയാണ്? By adding up the income of all individuals in the country. ഒരു കൺട്രിയിലുള്ള എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും ഇൻകം ആഡ് ചെയ്യുന്നതാണ് നാഷണൽ ഇൻകം. ഓക്കെ, അപ്പോൾ ഇൻകം മെത്തേഡിൽ നാഷണൽ ഇൻകം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നാഷണൽ ഇൻകം ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് അപ്പ് ദ ഇൻകം ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ് ഇൻ ദ കൺട്രി. കൺട്രിയിലുള്ള എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും ഇൻകത്തിൻ്റെ സമ്മേഷൻ, അതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന വാല്യൂ ആണ് നാഷണൽ ഇൻകം. ഓക്കെ, ദ നെറ്റ് ഇൻകം ഏൺഡ് ഇൻ ദ ഫോം. എങ്ങനെയൊക്കെയാണ് ഇൻകം, ഏതൊക്കെ ഫോമിലാണ് ഏൺ ചെയ്യുന്നത്, ഏതൊക്കെ ഫോമിലാണ് ഇൻകം ഉള്ളത്? റെന്റിന്റെ ഫോമിൽ. നമുക്കറിയാം ഇൻകം എന്ന് പറയുന്നത്, നമുക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് കേട്ടിട്ടില്ലേ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഈ 4 ഫാക്ടേഴ്സിനെയും കൊടുക്കുന്ന റെമ്യൂണറേഷൻസ് ആണ് നമ്മുടെ ഇൻകം. ലാൻഡിന് കൊടുക്കുന്ന റെമ്യൂണറേഷനാണ് റെന്റ്. ലേബറിന് കൊടുക്കുന്ന റെമ്യൂണറേഷനാണ് വേജ്. ക്യാപിറ്റലിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന റിവാർഡാണ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഓർഗനൈസർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷനാണ് പ്രോഫിറ്റ്. അപ്പോൾ ഇൻകം എന്ന് പറയുന്നത് ഐദർ റെന്റ് ആയിട്ടായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ വേജ് ആയിട്ടായിരിക്കും, പ്രോഫിറ്റ് ആയിട്ടായിരിക്കും, ഇൻട്രസ്റ്റ് ആയിട്ടായിരിക്കും. ഈ 4 ഫോമിലല്ലാതെ ഇൻകം, ഈ 4 ഫോമിൽ മാത്രമേ നമുക്ക് ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. ഇപ്പോൾ ഒരുപാട് ലാൻഡ് ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ലാൻഡിൻ്റെ റെന്റ് കിട്ടും. ഇപ്പോൾ കുറേ ബിൽഡിംഗ് റെന്റിന് കൊടുത്തിരിക്കുകയാണെങ്കിൽ അയാളുടെ ഇൻകം എന്ന് പറയുന്നത് റെന്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു എംപ്ലോയിഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അയാളുടെ ഇൻകം എന്ന് പറയുന്നത് വേജ് ആയിരിക്കും. സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ഇൻകം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. ഇനി വേറെ ഒന്നുമില്ല, കുറച്ച് പണം അയാൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ് ബാങ്കിൽ, അങ്ങനെയാണെങ്കിൽ അയാളുടെ ഇൻകം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ 4 ഫോമിലല്ലാതെ ഇൻകം ഒരു വ്യക്തിക്ക് കിട്ടില്ല. ദ സമ്മേഷൻ ഓഫ് ദീസ് കോൺസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഈ എല്ലാ ഇൻകം സോഴ്സുകളുടെയും ഈ എല്ലാ റിവാർഡും അല്ലെങ്കിൽ ഈ എല്ലാ റെമ്യൂണറേഷൻ്റെയും കൂടെ സമ്മേഷനാണ് നാഷണൽ ഇൻകം എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നാഷണൽ ഇൻകം ഈക്വൽ റെന്റ് പ്ലസ് വേജ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അത് ഓർക്കാനായിട്ട് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഓർക്കുക. അതിൻ്റെ 4 എണ്ണത്തിൻ്റെയും റിവാർഡുകളാണ് നാഷണൽ ഇൻകത്തിൻ്റെ സം. റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. നെക്സ്റ്റ് വൺ എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമുക്ക് നോക്കാം
ദിസ് മെത്തേഡ് കൺസിഡേഴ്സ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് നാഷണൽ ഇൻകം. ഈ ഒരു മെത്തേഡിൽ എങ്ങനെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? Computation of national income by adding up all expenditure made on goods and services during a given year. ഒരു വർഷം സ്പെൻഡ് ചെയ്യുന്ന എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും, ഗുഡ്സിനെയും സർവീസിനെയും വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എല്ലാ എക്സ്പെൻഡിച്ചറിൻ്റെയും സമ്മേഷനാണ് നാഷണൽ ഇൻകം എന്നുള്ളതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ പറയുന്നത്. നാഷണൽ ഇൻകം ബൈ ആഡിങ് അപ്പ് all the expenditure method അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ by adding up all the expenditure made on goods and services during a given year. Okay, the following types of ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് അവിടെ തന്നിട്ടുണ്ട്. ഹൗസ് ഹോൾഡിൻ്റെ എക്സ്പെൻഡിച്ചർ, പ്രൈവറ്റ് എൻ്റർപ്രൈസസിൻ്റെ എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ഇതെല്ലാം ആഡ് ചെയ്യുന്നതാണ് നാഷണൽ ഇൻകം. ഓക്കെ, അപ്പോൾ അതിനെ വളരെ ഈസി ആയിട്ട് ഓർക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കാം. നാഷണൽ ഇൻകം അല്ലെങ്കിൽ GDP ഈസ് ദ സമ്മേഷൻ ഓഫ് C പ്ലസ് I പ്ലസ് G പ്ലസ് എക്സ് മൈനസ് എം. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കാം. C പ്ലസ് I പ്ലസ് G പ്ലസ് എക്സ് മൈനസ് എം. C എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻഡിച്ചർ ഓൺ കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, അടുത്തത് I എക്സ്പെൻഡിച്ചർ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഗുഡ്സ്. നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പത്തിന് ഓർത്ത് വയ്ക്കുക. ഇവിടെ എക്സ്പെൻഡിച്ചർ ബൈ പ്രൈവറ്റ് ബിസിനസ് എൻ്റർപ്രൈസ് ഓൺ ക്യാപിറ്റൽ ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഓർക്കണമെന്നില്ല. സി എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ഓൺ കൺസ്യൂമർ ഗുഡ്സ്, ഐ എക്സ്പെൻഡിച്ചർ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഗുഡ്സ്, ജി ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, സി കൺസംഷൻ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ഓൺ കൺസ്യൂമർ ഗുഡ്സ് അല്ലെങ്കിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ഐ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ജി ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. അപ്പോൾ സിമ്പിൾ അല്ലേ? കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. എക്സ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് ആണ്, എം എന്ന് പറയുന്നത് ഇമ്പോർട്ട് ആണ്. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ സമ്മേഷൻ ഓഫ് ഏതിൻ്റെയൊക്കെ സമ്മേഷനാണ്? കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഇറ്റ് ഈസ് എ സമ്മേഷൻ ഓഫ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, government expenditure and the difference between export and import. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും GDP ഈക്വൽ നാഷണൽ ഇൻകം ഈക്വൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? നാഷണൽ ഇൻകം മെഷർ ചെയ്യാനുള്ള 3 മെത്തേഡ്സ് എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.